വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ എൻ്റെ സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. വന്നപ്പോൾ തന്നെ ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് നിർത്തി ഈ കാര്യങ്ങൾ, ഈ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. മക്കളെ സ്നേഹിക്കുന്ന, മക്കളെക്കുറിച്ച് കരുതലുള്ള എല്ലാ മാതാപിതാക്കളും ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത്ര മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. കഴിഞ്ഞ ദിവസം എൻ്റെ സുഹൃത്തിന് ഒരു ഫോൺ കോൾ വരികയുണ്ടായി. സുഹൃത്തിൻ്റെ മകളുടെ പേര് നന്ദന എന്താണ്. ആ ഫോൺ എടുത്തപ്പോൾ തന്നെ മറുതലയ്ക്കൽ നിന്ന് ചോദ്യം വന്നു, നന്ദനയുടെ ഫാദർ അല്ലേ? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, അതെ നന്ദനയുടെ ഫാദറാണ്. പറഞ്ഞു നന്ദന പഠിക്കുന്ന ക്ലാസ് അവർ പറഞ്ഞു, സ്കൂള് അവർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം പറഞ്ഞു, എങ്ങനെയുണ്ട് അവിടുത്തെ പഠന കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, അവിടെ വിദ്യാഭ്യാസം എങ്ങനെയുണ്ട്, നന്ദന എങ്ങനെയുണ്ട്, നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇതിനിടയ്ക്കൊക്കെ എൻ്റെ സുഹൃത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരാണ്, നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ. പക്ഷെ അവർ വളരെ ആധികാരികമായിട്ട് കുട്ടിയുടെ പേര്, പഠിക്കുന്ന സ്കൂള്, പഠിക്കുന്ന ക്ലാസ് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് വിളിച്ചപ്പോൾ പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സുഹൃത്ത് മുതിർന്നില്ല. അപ്പോൾ ഇതെല്ലാം സംഭാഷണം കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു ഓൺലൈൻ ട്യൂഷൻ നടത്തുന്ന സെൻറ്ററിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ കുട്ടിക്ക് ഞങ്ങൾ ഡിസ്കൗണ്ടോട് കൂടിയിട്ട്, ഫീസിൽ ഇളവോട് കൂടിയിട്ട് ട്യൂഷൻ കൊടുക്കാനായിട്ട് അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിപ്പോൾ വിളിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോൺ ചെയ്തത്. അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഞാൻ ഒന്ന് ആലോചിക്കണം, ഞാൻ ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ, നിങ്ങൾ ആലോചിച്ചിട്ട് ഈ നമ്പറിൽ തന്നെ തിരിച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അവർ ഫോൺ വെച്ചത്. അപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ചിട്ട് എങ്ങനെ എനിക്കറിയാമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സുഹൃത്ത് എന്നെ കാണാൻ വന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഇവർക്ക് എങ്ങനെ ഇത് എവിടെ നിന്നാണ് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സുഹൃത്ത് അത് ചോദിക്കാൻ വിട്ടുപോയി, എവിടെ നിന്നാണ് ഇവർ വിളിക്കുന്നതെന്ന്. ഒരു ഓൺലൈൻ ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന സ്ഥാപനമാണ് എന്ന് പറഞ്ഞു. അതിനപ്പുറം എവിടെ നിന്നാണ് വിളിക്കണമെന്ന് അവൻ ചോദിച്ചില്ല. ഓക്കെ, ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരെ തിരിച്ച് വിളിച്ചു. ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചത്, ഈ ഫോൺ നമ്പർ അവർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ ചോദിച്ചു, ഫോൺ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു, ഓക്കെ, നന്ദനയുടെ ഫാദറെ. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്ദനയുടെ ഫാദറല്ല, ഫാദറിൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്തായി കുട്ടീനെ ഓൺലൈൻ ട്യൂഷന് ചേർക്കുകയല്ലേ, ഞങ്ങൾ വളരെ ഫീസ് ഇളവോട് കൂടിയിട്ട് നിങ്ങളുടെ മകളിങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതല്ലേ, നന്ദനം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ചേർക്കുകയല്ലേ, വളരെ നല്ല ട്യൂഷനാണ് നിങ്ങൾ കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവരോട് ആദ്യമേ ചോദിച്ചു, നിങ്ങൾക്ക് ഈ നമ്പർ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അതിനവർ മറുപടി പറഞ്ഞില്ല. അതിനുശേഷം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നന്ദനയെ കുറിച്ചിട്ട്, നന്ദന എന്ന കുട്ടിയുടെ പേര് എവിടെ നിന്ന് കിട്ടി, കുട്ടി പഠിക്കുന്ന സ്കൂൾ എവിടെ നിന്ന് കിട്ടി, സ്കൂള്, ഈ കുട്ടിയുടെ ക്ലാസ് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അവർ കിടന്നൊരു ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. ഞാൻ ഇത് അപ്പോൾ ഞാൻ ഇവരുടെ സംഭാഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിച്ചറിഞ്ഞായിരുന്നു, പാലക്കാടുള്ള ഓൺലൈൻ ട്യൂഷൻ സെൻ്ററാണ്, ആ സെൻറ്ററിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ ഇവരോട് ചോദിച്ചു, പാലക്കാടുള്ള നിങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ പഠിക്കുന്ന ഈ കുട്ടിയുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം ഞങ്ങളിങ്ങനെ വാഗ്വാദം നടത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് തന്നതാണ് സാറേ, ഞങ്ങൾ വെറും ഇങ്ങനെ ഓഫീസിലെ ടെലികോളേഴ്സാണ്, കോൾ അറ്റൻഡ് ചെയ്യുക, കസ്റ്റമേഴ്സിനെ ഇങ്ങനെ വിളിക്കുക, ഇത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ ജോലി. അപ്പോൾ ഓഫീസിൽ നിന്ന് തരുന്ന നമ്പറിൽ ഞങ്ങൾ വിളിക്കുന്നു, അവർ തരുന്ന ഡീറ്റെയിലും നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു, അത്രേ ഞങ്ങൾക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, നിങ്ങളുടെ മാനേജറെ വിളിക്കാൻ പറഞ്ഞു. മാനേജറെ വിളിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മാനേജർ ഇവിടെ ഇല്ല, പുറത്ത് പോയേ കാണുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അവരോട് സംസാരിച്ചു. അതായത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് അധികാരമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഭവിഷ്യത്തെക്കുറിച്ച് അറിയാമോ, അതിൻ്റെ നിയമ സംവിധാനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ, നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാമോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ മാനേജറെ വിളിക്കാൻ തയ്യാറായി. മാനേജറുമായിട്ട് സംസാരിച്ചു. മാനേജറുമായിട്ട് ഞങ്ങൾ കുറച്ചധികം നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ പറഞ്ഞ കാര്യം, സാറേ ഉപദ്രവിക്കരുത്, കാല് പിടിക്കായിരുന്നു. പുള്ളി പറഞ്ഞ് ഉപദ്രവിക്കരുത്, ഞങ്ങൾ വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ഥാപനമാണ്, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ്, അങ്ങനെ ഞങ്ങൾ കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിച്ചതാണ്. ഞാൻ ചോദിച്ചു, എവിടെ നിന്ന് നിങ്ങൾ വിവരം ശേഖരിച്ചു, നിങ്ങൾ എങ്ങനെ വിവരം ശേഖരിച്ചു? ആ മാനേജർ പറയുന്ന കാര്യങ്ങൾ ഇടപെട്ട് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഞെട്ടിപ്പോയി. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ഇവർ വിരിക്കുന്ന വലകളിലേക്ക് എങ്ങനെ എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ മാനേജർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ മാനേജർ ഞങ്ങൾ പറഞ്ഞു, സാറേ, തൃശ്ശൂർ പൂരത്തിന്
നന്ദനയും നന്ദനയുടെ ഫാദർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾ പോയിട്ടുണ്ടായിരുന്നു? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, ഞങ്ങൾ കുട്ടികളും കുടുംബമായിട്ട് അവർ തൃശ്ശൂർ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഈ തൃശ്ശൂർ പൂരത്തിന് ഒരു എക്സിബിഷൻ സ്റ്റാളിൽ അവർ പല എക്സിബിഷൻ സ്റ്റാളിൽ കയറിയായിരുന്നു. പക്ഷേ ഒരു എക്സിബിഷൻ സ്റ്റാളിൽ കയറിയപ്പോൾ കുട്ടികൾക്ക് അവിടെ സൗജന്യ നിരക്കിൽ എൻട്രി ഫീസിൻ്റെ 25% കൺസെഷൻ കൊടുക്കുന്നു വിദ്യാർത്ഥികൾക്ക്. അപ്പോൾ സ്റ്റുഡൻസിന് ഈ കൺസെഷൻ ലഭിക്കണമെങ്കിൽ അവിടെ കുട്ടിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഒരു ഫോം വെച്ചിട്ടുണ്ട്. ഇത് കുട്ടിയാണ്, അതായത് സ്റ്റുഡൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവരൊരു പേനയും ഒരു ഫോമും കൊടുത്തു. സുഹൃത്ത് അത് ഫില്ല് ചെയ്ത് അവിടെ കൊടുത്തു. കാരണം അതിനകത്ത് എഴുതിയിരുന്നു കുട്ടിയുടെ പേര്, പഠിക്കുന്ന ക്ലാസ്, പഠിക്കുന്ന സ്കൂള്, ഫോൺ നമ്പർ തുടങ്ങിയ കുട്ടിയുടെ എല്ലാ വിവരങ്ങളും അതിൽ എഴുതി കൊടുക്കുമ്പോൾ 25% ഈ എൻട്രി ഫീസിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കും. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മളെല്ലാവരും, ഇപ്പോൾ ഞാനായിരുന്നാലും നിങ്ങളായിരുന്നാലും ചിലപ്പോഴൊക്കെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ഈ എൻട്രി ഫീസിൻ്റെ ഇളവിന് വേണ്ടിയിട്ട് 2 മക്കളുടെയും ഡീറ്റെയിൽ എൻ്റെ സുഹൃത്ത് അവിടെ എഴുതി കൊടുത്തു. 2 മക്കളുമായിട്ടാണ് പോയത്. 2 മക്കളുടെയും ഡീറ്റെയിൽ അവിടെ എഴുതി കൊടുത്തു. 2 പേർക്കും കൂടെ 50% ഡിസ്കൗണ്ട് മേടിച്ചു. ആൾ ഹാപ്പിയായി തിരിച്ചു പോന്നു. പക്ഷേ അവിടെ നമ്മളറിയാതെ നമ്മുടെ മക്കളുടെ ഡാറ്റ കളക്ട് ചെയ്യുകയായിരുന്നു. ഇത് എത്ര വലിയ അപകടപരമായ ഒരവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ ഒരു ഓൺലൈൻ ടൂറിസ്റ്റ് സെൻറ്ററിലേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും വലിയ അപകടം ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ അതിനുമപ്പുറം ഈ ഡാറ്റ, കുട്ടിയുടെ ഈ പേഴ്സണലായിട്ടുള്ള ഈ വിവരങ്ങൾ മറ്റ് അപകടകരമായ മേഖലകളിലേക്കാണ് എത്തപ്പെടുന്നതെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ തന്നെ കൊണ്ടു കൊടുത്തതല്ലേ നമ്മുടെ കുട്ടിയുടെ വിവരങ്ങൾ, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്. പലപ്പോഴും പല കാർണിവലുകളിലും അല്ലെങ്കിൽ ഉത്സവ സ്ഥലങ്ങളിലും ഒക്കെ വലിയ വലിയ മേളകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ കാണാറുണ്ട് സ്റ്റുഡൻസിന് പ്രത്യേക ഡിസ്കൗണ്ട്, സ്റ്റുഡൻസിന് വേണ്ടി പ്രത്യേക മത്സരങ്ങൾ, അല്ലെങ്കിൽ പ്രത്യേക നറുക്കെടുപ്പ്, സമ്മാനങ്ങൾ. ഇത് ലഭിക്കണമെങ്കിലോ അവിടെ എല്ലാ ഡീറ്റെയിലും നമ്മൾ കൊടുക്കണം. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിവരങ്ങളും അവർ തരുന്ന പേപ്പറിൽ എഴുതി കൊടുക്കണം. നമുക്ക് ലഭിക്കുന്നതോ ചിലപ്പോൾ ചെറിയൊരു സമ്മാനം ലഭിക്കും. മക്കളുടെ വിവരങ്ങൾ കൊടുത്ത്, നമ്മൾ അറിയാതെ നമ്മുടെ മക്കളെ കൊടുത്ത്, നമ്മുടെ മക്കളുടെ വിവരങ്ങൾ കൊടുത്ത് ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ടോ ഒരു ചെറിയ കൺസെഷന് വേണ്ടിയിട്ടോ നമ്മൾ എത്ര വലിയ അപകടകരമായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും ഈ മാനേജർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ആദ്യമേ തന്നെ ഇത് ഞാൻ നിങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കുകയാണ്. അപ്പോൾ ഇനിയായിരുന്നാലും ഇത്തരം മേളകൾക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മക്കളുടെ വിവരങ്ങൾ ഒരു കാരണവശാലും നമ്മൾ കൊടുക്കാതിരിക്കുക. വേണമെങ്കിൽ കൺസെഷന് വേണ്ടിയിട്ടോ സമ്മാനത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുക്കുന്നതും അപകടമാണ്. പക്ഷേ ഫോൺ നമ്പർ കൊടുത്താലും ഒരിക്കലും നമ്മുടെ മക്കളുടെ വിവരങ്ങൾ നമ്മളവിടെ കൊടുക്കരുത്. അങ്ങനെ കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ഫോം നമുക്ക് കിട്ടുകയാണെങ്കിൽ, അങ്ങനെ ആ ഫോം ഉപയോഗിച്ച് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ അവിടെ പ്രവേശനത്തിന് ഇളവ് ലഭിക്കുകയുള്ളൂ എങ്കിൽ കുട്ടിയുടെ വിവരങ്ങൾ, തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയാൽ മതി. അതൊന്നും ഈ മാള് നടത്തിപ്പുകാരൊന്നും അറിയില്ല. മാള് നടത്തിപ്പുകാർക്ക് പോലും ഈ ഡാറ്റകൾ എവിടെ പോകുന്നു എന്നൊന്നും അറിയില്ല. ഈ എക്സിബിഷൻ സ്റ്റാൾ നടത്തുന്നവർക്കോ അല്ലെങ്കിൽ നമ്മുടെ വിവരം ശേഖരിക്കുന്നവർക്കോ ഈ ഡാറ്റകളൊക്കെ എവിടേക്ക് പോകുന്നു എന്ന് പോലും അവർക്ക് പോലും അറിയില്ല. കാരണം അവർക്കൊരു നിശ്ചിത പൈസ, ഒരു ഫോമിന് അല്ലെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ടിന് അവർ പ്രവൃത്തി ചെയ്യുന്നതാണ്. ഉത്സവ സ്ഥലത്ത് വന്ന് എങ്ങനെയെങ്കിലും 10 രൂപ ഉണ്ടാക്കി പോകണം എന്ന് ചിന്തിക്കുന്ന ഈ സ്റ്റാൾ നടത്തുന്നവരോ അല്ലെങ്കിൽ മറ്റ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നവരോ ഒന്നും ഇതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ചിന്തിക്കേണ്ടവർ നമ്മളാണ്, നമ്മുടെ മക്കളാണ്. നമുക്ക് സമ്മാനമല്ല, അല്ലെങ്കിൽ ഒരു കൺസെഷൻ ഫീയുടെ ഒരു എൻട്രി ഫീസിൻ്റെ ഡിസ്കൗണ്ട് അല്ല നമുക്ക് വലുത്, നമ്മുടെ മക്കളാണ് നമുക്ക് വലുത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇനി അത്ര ആധികാരികമായിട്ടുള്ള നമുക്ക് അത്ര വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങൾ ചിലപ്പോഴൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആലുവയിലൊക്കെ ശിവരാത്രി മണപ്പുറത്തൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ വലിയ നമുക്ക് അത്ര ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ചിലപ്പോൾ ചില മത്സരങ്ങളൊക്കെ നടത്താറുണ്ട്. ഓക്കെ, നമുക്ക് അവരെ വിശ്വസിക്കാം. പക്ഷെ അല്ലാതെ നമുക്കറിയാതെ, നമുക്ക് അറിവില്ലാത്ത ഒരു കാരണവശാലും ഒരു വിവരങ്ങളും നമ്മൾ കൊടുക്കരുത്. കാരണം നമ്മൾ ജീവിക്കുന്ന അവസ്ഥ, നമ്മൾ ജീവിക്കുന്ന ആ ചുറ്റുപാടും വളരെ അപകടകരമാണ്. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ്.
ഇപ്പോൾ ഈ വളരെ സജീവമായിട്ട് പറയപ്പെടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ പോലും നമ്മൾ സോഷ്യൽ മീഡിയകളിൽ ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ പോലും പോസ്റ്റ് ചെയ്യുന്നവരാണ്. നമ്മൾ പലപ്പോഴും കുട്ടിയുടെ ബർത്ത്ഡേകളുടെ വിവരങ്ങളെല്ലാം വെച്ച് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. കേക്ക് മുറിക്കുന്നതും അല്ലെങ്കിൽ വിഷസ് നേർന്നുകൊണ്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കഴുകൻ കണ്ണുകൾ കാത്തിരിക്കുന്നുണ്ട് നമ്മളറിയാതെ ചതിക്കുഴികളിലേക്ക് നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ വലിച്ചടയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കരുതിയിരിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയുകയാണ്, ഈ വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്.